എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 29 സങ്കീർത്തനം 11 വാക്യം. സങ്കീർത്തനം 29:11. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മക്കളുടെ സമാധാനം ഏതെല്ലാം വിധത്തിൽ ദൈവം നൽകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സമാധാനം ഒരു ദൈവിക ദാനമാണ്. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ദൈവജനത്തിനുള്ള അനുഗ്രഹമാണ് സമാധാനം. തൻ്റെ പേര് തന്നെ സമാധാന പ്രഭു എന്നാണ്. ദൈവപ്രസാദമുള്ളവർക്കുള്ള സമ്മാനമാണ് സമാധാനം. ദൈവത്തിൻ്റെ സമാധാനം എന്നത് ദൈവം നൽകുന്ന സമാധാനം. അത് ദൈവവുമായി സമാധാനമുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. മഹാസമാധാനം എന്ന 119 സങ്കീർത്തനത്തിൽ 165 വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഇഷ്ടവും സ്നേഹവും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനാവില്ല. സ്നേഹിക്കുന്നവരെയെല്ലാം നമുക്ക് ഇഷ്ടമാണ് താനും. വചനത്തോടുള്ള ഇഷ്ടത്തെക്കാൾ ഉപരി അതിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് മഹാസമാധാനം. വചനം ജഡമായവനാണ് നമ്മുടെ കർത്താവ്. എഴുതപ്പെട്ട വചനത്തെ സ്നേഹിക്കുന്നവൻ കർത്താവിനെയും സ്നേഹിക്കുന്നവനാണ്. അഭേദ്യമായ സ്നേഹബന്ധത്താൽ കർത്താവിനോട് ഒട്ടിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ തിരുവചനത്തെയും ഗാഢമായി സ്നേഹിക്കുന്നു. അവൻ എന്നും എപ്പോഴും ഏത് സാഹചര്യത്തിലും മഹാസമാധാനമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48 വാക്യത്തിൽ നദി പോലെ സമാധാനത്തെക്കുറിച്ച് വായിക്കുന്നു. തൻ്റെ കൽപ്പനകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അവരുടെ മേൽ അല്ലെങ്കിൽ അവരുടെ സമാധാനം നദി പോലെ അനർഗളമായി ഒഴുകുന്ന അനുഭവമാണ്. ഒരു നദി ഒരിക്കലും കെട്ടിക്കിടക്കില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. എപ്പോഴും പുതുമയുള്ള അനുഭവമാണ് അനേകർക്ക് പ്രയോജനം നൽകുന്നത്. ജീവനുള്ളതിനൊക്കെയും ഉത്തേജനവും കുളിർമയും നദി മൂലം ലഭിക്കുന്നു. ദൈവിക സമാധാനവും അതുപോലെയാണ്. എന്നും എപ്പോഴും അനേകർക്കും പുതുമയുള്ള അനുഭവങ്ങൾ നൽകുന്ന നദി പോലെയാണ്. യോഹന്നാൻ 14 കർത്താവ് അവകാശമായി നമുക്ക് തന്നിട്ട് പോയ സമാധാനത്തെക്കുറിച്ച് കാണുന്നു. ജീവിച്ചിരുന്നിട്ടുള്ള ഒരു മനുഷ്യനും ഒരിക്കലും അനുഭവിക്കാത്ത കഷ്ടതയിലൂടെയാണ് കർത്താവ് കടന്നുപോയത്. ക്രൂശിലെ എല്ലാ കഷ്ടതയെയും നിന്ദയെയും ക്രൂരതയെയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവിടുന്ന് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ഇത് കർത്താവ് നമുക്ക് നൽകുന്ന തൻ്റെ വിൽ പവറായി കണക്കാക്കാം. താനിത് പറയുന്നതിന് തൊട്ട് മുൻപ് അനുഭവിച്ച സംഘർഷവും പ്രാണവേദനയും വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും തൻ്റെ സമാധാനം നമുക്ക് നൽകി. ഇത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ എന്നതാണ് ചോദ്യം. മറ്റൊന്ന് ഫിലിപ്പിയ ലേഖനം 4 വാക്യത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. ആകുലപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ഏത് സമയത്തും 100 കാരണങ്ങൾ കണ്ടെത്താം. അതുപോലെ സ്തോത്രം ചെയ്യാനും 100 കാരണങ്ങൾ കണ്ടെത്താം. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കുക. സ്തോത്രം ചെയ്യാനുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അളവറ്റ സ്തുതി കരയറ്റുക. ആ സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും മുമ്പിൽ ആകുല ചിന്തകൾ നിഷ്പ്രഭമായി പോകും. ആകുല ചിന്തകൾക്ക് പകരം സ്തോത്രത്തോടെ ആവശ്യങ്ങൾ അർപ്പിക്കുക. നമുക്ക് ലഭിക്കുന്നത് അവർണ്ണനീയവും അചിന്തനീയവുമായ സമാധാനമാണ്. ലോകത്തിന് തരാനോ അപകരിക്കാനോ കഴിയാത്ത സമാധാനം
നമ്മുടെ നിത്യസമ്പത്തായി മാറുന്നത് നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും. യെശയ്യാ പുസ്തകം 26-ാം അധ്യായത്തിന് പൂർണ്ണ സമാധാനം, ഒരു പെർഫെക്റ്റ് പീസ് എന്ന് കാണുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനത്തിൽ കാക്കപ്പെടുന്നവൻ്റെ യോഗ്യതകൾ അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ 26:3. ഒന്ന്, രക്ഷയുടെ മതിലുകൾക്കകത്ത് വസിക്കുന്നവനാണ്. മറ്റൊന്ന്, തുറന്ന വാതിലുകൾ ഉള്ളവനാണ്. ഇതോടൊപ്പം യെശയ്യാവ് 60-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേര് പറയും. രക്ഷ ഒരു കോട്ടയാണ്, ഒരു വേലിയാണ്. ഇയ്യോബിൻ്റെ മേൽ കുറ്റം ചുമത്തിയ സാത്താൻ ദൈവത്തോട് പറഞ്ഞ കാര്യം എന്താണെന്നോ? നീ അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടിയിട്ടില്ലയോ? ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവനാണ് രക്ഷയാ മതിലിനുള്ളിൽ വസിക്കുന്നത്. അവനിൽ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും അനുഭവമുണ്ട്. മറ്റൊന്ന്, അവൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനാണ്. നാലാമത്തെ, സ്ഥിരമാനസനാണ്. ഒരു വ്യക്തി ദൈവ പൈതലായി തീരുമ്പോൾ അവനിൽ 3 മാറ്റങ്ങൾ നടക്കുന്നു. ഒന്നാമത്, ആത്മാവ് വീണ്ടും ജനിക്കണം. രണ്ടാമത്, അവൻ്റെ മനസ്സ് ദൈവവചനത്താൽ ദിനംതോറും പുതുക്കപ്പെടണം. മൂന്നാമത്, അവൻ്റെ ശരീരം ജീവനുള്ള യാഗമായി ദിനംതോറും സമർപ്പിക്കപ്പെടണം. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ 3 ഭാഗങ്ങളാണ് ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വം സമൂലമായി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പൂർണ്ണ സമാധാനം അനുഭവിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ്. നമ്മൾ വലിയ സമാധാനവും പൂർണ്ണ സമാധാനവും മഹാസമാധാനവും അനുഭവിക്കണം. നമ്മുടെ കുടുംബം മുഴുവൻ, നമ്മുടെ മക്കൾ ഈ വിശിഷ്ടമായ അനുഭവത്തിൻ്റെ ഉടമകളാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതങ്ങനെ ഇടയാകട്ടെ. നമ്മൾ ഇന്നലെ വായിച്ചു തുടങ്ങിയത്, നിന്റെ മക്കളെല്ലാവരും യഹോവയിൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയപിതാവേ, അവിടുന്ന് സമാധാന പ്രഭുവായി ഈ ലോകത്തിൽ ജനിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. പൂർണ്ണ സമാധാനം ഞങ്ങൾക്ക് നൽകുന്ന ദൈവമായി അവിടുന്ന് കൂടെയുണ്ടല്ലോ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഉപദേശിക്കുകയും സമാധാന മാർഗത്തിൽ ചരിപ്പാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലത്തിൽ സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന അങ്ങയുടെ മൊഴി സ്വീകരിപ്പാനും കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അടിയങ്ങളുടെ സകല ആവശ്യങ്ങളിലും ജോലിവേലകളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ, അതിനുള്ള ബലം ഞങ്ങൾക്ക് പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവും നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ വർഷം അവിടുന്ന് നൽകണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനം, കൃപ നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കും.